പക്ഷേ പ്രീതു കൊല്ലപ്പെട്ടാൽ നിനക്ക് പിന്നെ ഒരിക്കലും രാജാവാകാൻ പറ്റില്ല. അതിനാൽ പ്രീതു ജീവിച്ചിരിക്കേണ്ടത് ഇപ്പോൾ നിന്റെ ആവശ്യമാണ്. അതുപോലെ പ്രീതു കൊല്ലപ്പെടേണ്ടത് കൃഷ്ണപ്രസാദിന്റെ ആവശ്യവും. എത്രയും വേഗം നീ കൃഷ്ണപ്രസാദിനെ പിടിക്കണം. അല്ലെങ്കിൽ അവൻ പ്രീതുവിനെയും കൊല്ലും. കൃഷ്ണപ്രസാദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എല്ലാ അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അങ്ങ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. ഈ കൊല നടത്തിയത് കൃഷ്ണപ്രസാദ് അല്ല, മറ്റാരോ ആണ്. നിരപരാധിയായിരുന്നെങ്കിൽ കൃഷ്ണപ്രസാദ് എന്തിനാണ് നുണ പറഞ്ഞത്? എന്തിനാണ് അവൻ പോലീസിനെ കണ്ടപ്പോൾ ഓടിപ്പോയത്? പോലീസ് തല്ലുമെന്ന് തോന്നിയാൽ രക്ഷപ്പെടാൻ നോക്കില്ലേ? തനിക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഈ കേസ് താൻ ഒന്നുകൂടി അന്വേഷിക്കണം. അങ്ങയ്ക്കൊന്നും തോന്നരുത്. എന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അങ്ങ് ആരെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിച്ചോളൂ. പക്ഷെ ഈ കേസിന് വീണ്ടും അന്വേഷിക്കാൻ അങ്ങനോട് പറയരുത്. അതിനിതൊരു സാധാരണ കേസല്ലല്ലോ. ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്റെ മകനാണ്, അത് താൻ മറക്കരുത്. കൊല്ലപ്പെട്ടതും അങ്ങയുടെ മകനാണ്, അത് അങ്ങേയും മറക്കരുത്. കൃഷ്ണപ്രസാദ് നിരപരാധിയാണെന്ന് അച്ഛൻ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനൊരു വഴി പറയാം. ഈ കേസ് വിവേകിനെ കൊണ്ട് റീഓപ്പൺ ചെയ്യിക്കാം. വിവേകോ? അത് വേണ്ട, കിഷോർ തന്നെ അന്വേഷിച്ചാ മതി. നീ പറഞ്ഞാൽ കിഷോർ കേൾക്കും. ഇനി ഞാനെന്നല്ല, ആര് പറഞ്ഞാലും കിഷോർ ഈ കേസ് റീഓപ്പൺ ചെയ്യില്ല. അതുകൊണ്ടാ പറയുന്നത്, വിവേക് അന്വേഷിക്കട്ടെ. കൃഷ്ണപ്രസാദ് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാൻ വിവേകിന് കഴിയും. വിവേകിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. അച്ഛൻ പറഞ്ഞ വിവേക് കേൾക്കും. കിഷോർ അന്വേഷിച്ചൊരു കേസ് ഞാൻ വീണ്ടും അന്വേഷിക്കാന്ന് വെച്ചാൽ അത് കിഷോറിനെ വെല്ലുവിളിക്കുന്ന പോലെ ആവും. ഡിപ്പാർട്ട്മെന്റ് അതിന് തയ്യാറാവും തോന്നണില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമൊക്കെ അച്ഛൻ നോക്കിക്കോളും. അത് മാത്രമല്ല, ഞാൻ ഈ കേസ് റീഓപ്പൺ ചെയ്ത അതിനെ കിഷോർ തീർച്ചയായിട്ടും എതിർക്കും. അത് അവസാനം ഞങ്ങൾ തമ്മിലൊരു മത്സരമായിട്ട് മാറും. അങ്ങയുടെ 2 മരുമക്കൾ തമ്മിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാൽ അത് അങ്ങേക്കും ചീത്തപ്പേരാവും. അതുകൊണ്ടാ പറയണേ, കിഷോറുമായിട്ടൊരു മത്സരത്തിന് ഞാനില്ല. എന്നെ നിർബന്ധിക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? സത്യമായില്ലേ? ഏട്ടൻ തിരുമനസ് എന്തിനാ കൃഷ്ണപ്രസാദിനെ രക്ഷിക്കാൻ നോക്കുന്ന അറിയാമോ? അത് പുത്രസ്നേഹം കൊണ്ട് മാത്രമല്ല, അതിന്റെ പിന്നിൽ വേറൊരു കാരണമുണ്ട്. നീ പ്രീതുവിനെ കല്യാണം കഴിച്ച് അടുത്ത തമ്പുരാനാകുന്നതോടെ രാജാവിന്റെ പദവി എന്നേക്കുമായി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരും. ആ പദവി നമുക്ക് വിട്ടുതരാൻ ഏട്ടൻ തമ്പുരാന് മനസ്സുണ്ടാകില്ല. മറിച്ച് കൃഷ്ണപ്രസാദിനെ മകനായി അംഗീകരിച്ചാൽ രാജപദവി അവന് കൈമാറാം. അപ്പോ പിന്നെ രാജസ്ഥാനം ഒരിക്കലും ഏട്ടൻ തിരുമനസിന്റെ പിൻഗാമികൾക്ക് കൈമോശം വന്നു പോവില്ല. അതിനുവേണ്ടിയാ കൃഷ്ണപ്രസാദ് നിരപരാധിയാണെന്ന് വരുത്തി തീർത്ത് അവനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ ശ്രമിക്കുന്നേ. മോനെ, ഒരു കാരണവശാലും ഈ അവസരം നമ്മൾ പാഴാക്കരുത്. തെറ്റ് ചെയ്യാനല്ല അച്ഛൻ പറയുന്നേ. കൃഷ്ണപ്രസാദ് നിരപരാധിയാണെങ്കിൽ നീ അവനെ ഒരു രീതിയിലും ഉപദ്രവിക്കരുത്. കള്ളക്കേസുണ്ടാക്കി അവനെ കൊടുക്കുകയും അരുത്. മറിച്ച് കൃഷ്ണപ്രസാദാണ് യഥാർത്ഥ കൊലയാളിയെങ്കിൽ അവനെ തീർച്ചയായും ജയിലിൽ അടയ്ക്കണം. അല്ലാതെ ഏട്ടൻ തമ്പുരാൻ പറയുന്ന കേട്ട് നീ അവനെ രക്ഷപ്പെടുത്തരുത്. എന്റെ ഒരു മകൻ മരിച്ചു. അവനെ കൊന്ന കുറ്റത്തിന് എന്റെ മറ്റൊരു മകനെ ശിക്ഷിക്കുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ല. പ്രവീണിനെ പോലെ തന്നെ ആയിരുന്നു എനിക്ക് കിഷോറും വിവേകും. എന്നിട്ടും എനിക്കൊരു പ്രശ്നം വന്നപ്പോ അവരെന്റെ കൂടെ നിന്നില്ലല്ലോ. അച്ഛൻ വിഷമിക്കണ്ട. വിവേകിനെ കൊണ്ട് ഈ കേസ് വീണ്ടും അന്വേഷിപ്പിക്കണ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ അതിന് പകരമായി അച്ഛൻ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? കൃഷ്ണപ്രസാദ് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വിവേകിന് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛൻ പറയണ പോലെ ഞാൻ കിഷോറിന് വിവാഹം കഴിക്കാം. മറിച്ച് കൃഷ്ണപ്രസാദ് നിരപരാധിയാണെന്ന് വിവേക് തെളിയിച്ച വിവേകിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. എന്ത് വിഡ്ഢിത്താ പ്രീതു കാണിച്ചത്? ഇങ്ങനൊരു കാര്യം അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത്? കൊട്ടാരത്തിൽ കീഴ്വഴക്കം തെറ്റിച്ചാ എനിക്ക് അച്ഛനെ നഷ്ടപ്പെടും. കീഴ്വഴക്കം തെറ്റിച്ചില്ലെങ്കിൽ എനിക്ക് വിവേകിനെ നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പിന്നെ എന്താ ചെയ്യാ? ഇതിപ്പോ കൃഷ്ണപ്രസാദിനെ രക്ഷിക്കാൻ വിവേകിന് കഴിഞ്ഞാൽ അച്ഛൻ സന്തോഷമായിട്ട് നമ്മുടെ വിവാഹം നടത്തിത്തരും.
അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ വെറുതെ വെച്ചതാ. പക്ഷെ ഒരു എതിർപ്പും കൂടാണ്ട് അച്ഛൻ സമ്മതിച്ചു. അതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്നാൽ എനിക്ക് ഒരു അത്ഭുതവും ഇല്ല. അമ്മാവനറിയാം ഞാൻ ഒരിക്കലും ജയിക്കില്ലെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷന് സമ്മതിച്ചത്. എന്നാ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടീഷന് സമ്മതിച്ചെന്നറിയോ? വിവേകിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. പ്രീത് വിചാരിക്കുന്ന പോലെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കിഷോർ വളരെ ബ്രില്യന്റ് ആയിട്ടാണ് ഈ കേസ് അന്വേഷിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ഈ കേസ് റീഓപ്പൺ ചെയ്താൽ തന്നെ കൊലയാളി മറ്റൊരാളാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റണം. അല്ലാതെ കൊലയാളി കൃഷ്ണപ്രസാദ് തന്നെയാണെന്ന് വീണ്ടും തെളിഞ്ഞാൽ അതെനിക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണ്. ഡിപ്പാർട്ട്മെന്റിന് മുമ്പിൽ ഞാനൊരു കോമാളിയാവും. അതുകൊണ്ടാണ് ഞാൻ പറയണത് കിഷോറുമായിട്ടൊരു മത്സരത്തിന് ഞാനില്ല. മത്സരമായിട്ടൊന്നും ഇതിനെ കാണണ്ട. സത്യം കണ്ടെത്താനുള്ള ഒരു ശ്രമം അത്രേ ഉള്ളൂ. ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല. എന്റെ സ്നേഹം മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് എനിക്ക് വേണ്ടി വിവേക് ഇത്രയെങ്കിലും ചെയ്യണം. ഇത്രയും നാളെ ഞാൻ തന്ന വിശ്വസ്തത എനിക്ക് തിരിച്ചു തരണം. എന്നെ കിഷോറിന് വിട്ടുകൊടുത്തിട്ട് പോകാനാണെങ്കിൽ എന്നെ എന്തിനാ സ്നേഹിച്ചേ? ബാക്കിയൊക്കെ പോട്ടെ. ഇനി അച്ഛൻ സംശയിക്കണ പോലെ കൃഷ്ണപ്രസാദ് ശരിക്കും നിരപരാധിയാണെങ്കിലോ? കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണ പോലെ തന്നെ പ്രധാനമല്ലേ കുറ്റം ചെയ്യാത്തവരെ രക്ഷിക്കണതും? അച്ഛൻ പറഞ്ഞത് ശരിയാ. കൃഷ്ണപ്രസാദും എനിക്ക് ഏട്ടൻ തന്നെയാ. എന്റെ ഒരേട്ടന്റെ പേരിൽ മറ്റൊരേട്ടൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഇനി എന്താ വേണ്ടത് വിവേക് തന്നെ തീരുമാനിച്ചാൽ മതി. കിഷോർ ഈ കേസ് അന്വേഷിച്ചതിൽ വിവേകിന് എവിടെയാണ് സംശയം തോന്നിയത്? പല കാര്യങ്ങളിലും ഉണ്ട് സാർ. അത് ഞാൻ ആദ്യം മുതലേ പറയുന്നതുമാണ്. ഒന്നാമത്തെ പ്രശ്നം, പ്രവീൺ വാതിൽ തുറന്നു കൊടുത്തിട്ടാണ് കൊലയാളി അകത്ത് കിടന്നിരിക്കുന്നത്. കൃഷ്ണപ്രസാദിന്റെ കാര്യത്തിൽ അതിനൊരു വിശദീകരണം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിനുള്ള ഉത്തരമാണ് രജനി. കൃഷ്ണപ്രസാദ് ആദ്യം രജനിയെ തട്ടിയെടുത്തു. എന്നിട്ട് അവളെയും കൊണ്ടാണ് ബംഗ്ലാവിൽ ചെന്നത്. വാതിൽ തുറന്നില്ലെങ്കിൽ രജനിയെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. സ്വന്തം കാമുകിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവീൺ വാതിൽ തുറന്നു. ഒടുവിൽ പ്രവീണിന്റെ കൊലപാതകത്തിന് സാക്ഷിയായ രജനിയെ കൊലപ്പെടുത്തി. അതാണ് സർ സംഭവിച്ചിരിക്കുന്നത്. ഇനി കൃഷ്ണപ്രസാദ് അല്ല കൊല നടത്തിയെങ്കിൽ അയാളുടെ ഷട്ടിൽ എങ്ങനെയാ പ്രവീണിന്റെ രക്തം തെറിച്ചത്? അതിനൊറ്റ സാധ്യതയുള്ളൂ. അതിസമർത്ഥനായ മറ്റാരോ ആണ് യഥാർത്ഥ കൊലയാളി. അയാൾ ആദ്യമേ തന്നെ കൃഷ്ണപ്രസാദിന്റെ ഒരു മുഷിഞ്ഞ ഷർട്ട് കൈക്കലാക്കി. എന്നിട്ട് കൊല നടത്തിയ ശേഷം ആ ഷർട്ടിൽ പ്രവീണിന്റെ രക്തം തെറിപ്പിച്ചു. പിന്നെ ആർക്കും എളുപ്പം കണ്ടെടുക്കാവുന്ന വിധത്തിൽ തോട്ടത്തിൽ കൊണ്ടുപോയി അത് കുഴിച്ചിട്ടു. അതാണ് സംഭവിച്ചിരിക്കുന്നത്.